എല്ലാവർക്കും. എൻ്റെ തൊഴിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിട്ട് 2 വർഷങ്ങളായി ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് തുടങ്ങണമെന്ന് ഇത് എൻ്റെ ഫസ്റ്റ് ഞാൻ ടൈലർ ജോലി പഠിച്ചു തരാൻ എനിക്ക് ഫസ്റ്റ് എൻ്റെ ഇളയമ്മ വാങ്ങി തന്നതാണ് ഈ മെഷീന്. ഇത് 32 കൊല്ലമായി. ഇതൊന്നും ആയിട്ടില്ല. ഇതിനെ ഇന്ന് പൊന്നുപോലെ നോക്കും എന്നും തയ്ക്കുന്ന കാലം. ഇത് എനിക്ക് അത്രയും എൻ്റെ ടൈലറിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ഞാൻ ഈ സ്നേഹിക്കുന്ന ഒരു ഇതാണ് ഇത്. എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് ഒരുപാട് വേദനകൾ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരു നേരത്തെ ആഹാരത്തിനുള്ള നല്ല ഒരു ടൈലർ എനിക്ക് തയ്യലിന് നല്ല ഇതാണ്. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ജോലിയാണ് ടൈലർ ജോലി. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറേ ദിവസമായി ഇത് നോക്കാത്ത. ഇത് ഞാൻ എൻ്റെ മക്കളെ പോലെ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ 32 കൊല്ലം ഇതിൻ്റെ പലക മാത്രമേ മാറ്റിയിട്ടുള്ളൂ. നമ്മൾ കുറേ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് ഇതിൻ്റെ പലക മാത്രം വടക്കായി പോയിട്ട് മാറ്റി. ബാക്കി ഇതൊന്നും പെയിൻറ്റ് പഠിച്ചില്ല, ഒന്നുമില്ല. ഇത്രയും കൊല്ലം ഞാൻ ഇതിനെ പൊന്നുപോലെ നോക്കി. ഈ 2 വർഷം ആകാനായി. ഇപ്പോൾ 2 അല്ല 1.5 വർഷത്തോളമായി ഇതിനെയൊന്നും ഞാൻ തിരിഞ്ഞു നോക്കാത്ത. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എൻ്റെ വർക്ക് എനിക്ക് തുടങ്ങണം എന്ന് തന്നെ ഉണ്ട്. വീട്ടിൽ തന്നെ വെച്ച് വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളെല്ലാം ഞാൻ മുമ്പേ വാങ്ങി വെച്ചതാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കൽ സർട്ടിഫിക്കറ്റെല്ലാം കൊടുത്ത് ഫാഷൻ ഡിസൈൻ ആയാലും ടൈലറിങ് ആയാലും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് ഇന്ന് 2 ദിവസമായിട്ടെല്ലാം അങ്ങെല്ലാം പാക്കാക്കി വെച്ചതായിരുന്നു. അതെല്ലാം എടുത്ത് എല്ലാം ഒന്ന് നോക്കുകയും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി രണ്ടാമത് ചെയ്യുക. ഇതെല്ലാം എൻ്റെ വർക്കിൻ്റെയാണ്. ഇതെല്ലാം ഡിസൈനിങ് ചെയ്യുന്ന ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധനം. ഇത് ടൈലർക്ക് ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങി വെക്കുമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാം. ഇത് ബാഗ് മെറ്റീരിയലാണ്. ഇത് നമ്മളെ ഈ ഷോപ്പിംഗ് ബാഗിന് നമ്മൾ അതിൻ്റെ എല്ലാം മെറ്റീരിയൽ ലോക്കും അതും ഇതും. പിന്നെ ഇതെല്ലാം പെയിൻറ്റിങ്. ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ്ങും ചെയ്യും, ഗ്ലാസ് പെയിൻറ്റിങ്ങും ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെ ഇത് ബാഗിൻ്റെ സാധനം, ഇതും ബാഗിൻ്റെ ഇതാണ്. പിന്നെ ഞാൻ നമ്മളെ ഈ വേസ്റ്റ് വരുന്ന തുണിയുണ്ട്. ആ വേസ്റ്റ് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. വേസ്റ്റ് വരുന്ന തുണിയെ കൊണ്ട് ചെയ്തെടുത്ത വർക്കാണ് ഇത്. ഒരുപാട് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ സെയിലാക്കി. ഇനി ഇത് മാത്രമുണ്ട്. എന്ന് വെച്ചാൽ ഈ വേസ്റ്റായിട്ട് നമ്മൾ ചാടുന്ന ഇത് എന്തിൻ്റെ വേസ്റ്റാന്ന് വെച്ചാൽ നമ്മൾ ഈ കർട്ടൻ്റെ ഷോപ്പിൽ നല്ല വലിയ കർട്ടൻ്റെ ഷോപ്പ്, ആ കർട്ടൻ്റെ ഷോപ്പിൻ്റെ ആ കർട്ടന് റിങ് അടിക്കാൻ അവർ കൊടുക്കും. റിങ് അടിക്കുന്ന സ്ഥലത്ത് ഈ റിങ് അടിച്ച് വരുന്നത്തെ വേസ്റ്റ് വരുന്നതാണ് ഇത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇതാണ്. നമുക്കിങ്ങനെ കുഷനായിട്ടും കൊടുക്കാം. അല്ലാണ്ട് നമുക്കിത് ഇങ്ങനെ ടീപ്പോയിൽ ഇങ്ങനെ വെക്കാം. അതൊരു നല്ലൊരു രസമാണ്. അപ്പോൾ ഇത് അങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ്. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിലായിപ്പോയി. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബാഗാണ്. ഇതൊരു മോഡല് കറുത്ത ബാഗ്. പിന്നെ ഇതൊരു മോഡല് ചെറിയ കുഞ്ഞു ബാഗ്. ഇങ്ങനെ മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ എടുക്കാം. നല്ല സെയിൽ ചെയ്യുന്ന ഇത്. ഇപ്പം ഇതൊരു ചെറിയ ഒരു തോണി പോലത്തെ ഒരു മോഡലാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു ബാഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ വലുതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ ഇത് പിന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കാതും ഇതെല്ലാം വെക്കണം. ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഇന്നലെ മെറ്റീരിയലെല്ലാം ഉണ്ട്. ഇതെല്ലാം ആക്കാൻ വെച്ചതാണ്. ഇതെല്ലാം വെൽവെറ്റിൻ്റെയും മെറ്റീരിയലുണ്ട്. എല്ലാം ഇനി വർക്ക് ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത്. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ അച്ചാണിത്. ഇതൊരു അച്ചാണ്. പൂവിൻ്റെ ഇതും അതേപോലെ ഒരു അച്ചാണ്. ഇത് ഫാബ്രിക് പെയിൻറ്റ് സെറ്റ് സാരിയിൽ അതിലെല്ലാം ചെയ്ത് കൊടുക്കലുണ്ട്. അതിങ്ങനെ വെച്ച് ഒരു വിഷമമുണ്ട്. ഇത്രയും തൊഴിൽ പഠിച്ചിട്ട് ഉണ്ടാണ്ടിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ തന്നെ. അപ്പോൾ 1.5 കൊല്ലം ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാണ്ട് നിന്നത്. അപ്പോൾ ഇപ്പം ചെയ്തോന്ന് പറഞ്ഞ് സ്വന്തം. അതുകൊണ്ട് ഇത് ഫ്രോക്ക്. ഇതെല്ലാം വേസ്റ്റ് വരുന്നൊരു തുണീനെ കൊണ്ട് ഫ്രോക്ക് തുന്നിയതാണ്. ഇത് നമ്മളെ സെറ്റ് സാരീൻ്റെ കഴിഞ്ഞ വർഷം ഞാനൊരു ചൂരിദാർ തുന്നി കൊടുത്തു. അതിൻ്റെ ബാക്കി വരുന്നതിനെ കൊണ്ട് സെറ്റ് സാരീൻ്റെ ഒരു ഫ്രോക്ക് തുന്നി. അതേപോലെ ഇതൊരു നെറ്റിൻ്റെ അതുപോലെ വേസ്റ്റ് വരുന്ന നല്ല ഫ്രോക്കെല്ലാം തുന്നി ഇങ്ങനെ കൊടുത്തു. ഇത് ഞാൻ ഇന്നും കുറച്ചും കൂടി ഫ്രോക്ക് തുന്നിയിട്ട് ഈ ഓണത്താകുമ്പോഴത്തെ കുറച്ച് ഫ്രോക്ക് തുന്നി ഇതായിക്കഴിഞ്ഞ് കുറച്ച് അനാഥ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തുന്നൽ ഇങ്ങനെ ഇത്രയും പഠിച്ച ഒരു തുന്നൽ വേറെ ആയിരിക്കും ഉപകാരമായിക്കോട്ടെ എന്നും
പോരാത്ത ഇങ്ങനെ കുറേ തുണികളുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് തുണിയെല്ലാം പോയി നോർത്തുനിന്ന് ഓർഡർ ചെയ്യലായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യം എനിക്കില്ല. ഞാൻ ആ സമയത്ത് ഞാൻ ഇഷ്ടം പോലെ രാവും പകലും ഞാൻ വർക്ക് ചെയ്ത് രാവും പകലെന്നില്ലാണ്ട് ഞാൻ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ല. എന്നാലും ഞാൻ എൻ്റെ അടുത്തുണ്ട് കുറച്ച് തുണി. ആ തുണി വെച്ചിട്ട് ഞാൻ ഓണാകുമ്പോൾ തന്നെ കുറച്ച് ഫ്രോക്കും എന്നെക്കൊണ്ട് കയ്യിൽ നിന്ന് തുണിയെല്ലാം ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് ഈ അനാഥമായ കുട്ടികൾക്ക് എനിക്ക് കൊടുക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത ആളെ വിഷമം ആരും ഇല്ലാത്താക്കി അത് മനസ്സിലാവും, അത് അനുഭവിക്കുന്ന ആക്കി മനസ്സിലാവും. അങ്ങനത്തെ കുട്ടികളെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഒരു നേരം അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനോ എന്ന് ഞാൻ ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വിഷമങ്ങളെ സമയത്തും ഞാൻ ആഗ്രഹിക്കും. ദൈവം എനിക്ക് എന്തെങ്കിലും ഒന്ന് നല്ല മുന്നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുമില്ലാത്തൊരു കുട്ടികൾക്ക് ഒരു നേരം എന്നെക്കൊണ്ട് കഴിയുന്നത്, കുട്ടികളായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും അനാഥാലയത്ത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ നല്ല ഒരു എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. ഇനിയും വർക്കിൻ്റെ ഒരുപാടുണ്ട്. എനിക്ക് ഈ വർക്കും മുന്നോട്ട് കൊണ്ടുപോകണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ വീട്ടിലിരുന്നുകൊണ്ട് ഭർത്താവ് പറഞ്ഞു വീട്ടിലിരുന്നുകൊണ്ട് ചെയ്തോന്ന് അവർ ഭർത്താവ് പറയുന്ന പോലെ തന്നെ എനിക്ക് വീട്ടിലിരുന്ന് വരെ ഭർത്താവ് സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കതാണ് ആഗ്രഹം. കുറച്ച് ബേക്കറീൻ്റെ സാധനമുണ്ട്, ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം ഞാൻ ചെയ്യും. എനിക്ക് എന്ന് വെച്ചാൽ ജോലി എടുക്കുന്നതിനെല്ലാം വലിയ താല്പര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലെ ഒരുപാട് ജോലി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നിമിഷം പോലും ഞാൻ വെറുതെ നിന്നിട്ടില്ല. എന്നും ജോലി എടുക്കുന്നത് ഇഷ്ടം. പക്ഷേ ചിലപ്പം നമ്മളെ ആരും മനസ്സിലാക്കില്ല, അതൊരു വിഷമമുണ്ട്. മനസ്സിലാക്കാം. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവം എല്ലാവർക്കും നല്ല നന്മ കൊടുക്കട്ടെ. പക്ഷേ ഞാൻ എന്നാലും ഒന്ന് പറയും, ആരും ഒന്നും അറിയാണ്ട് ആരെയും വേദനിപ്പിക്കാനോ ഇതാക്കാനോ പാടില്ല. ഒരു ഭർത്താവായാലും ഭാര്യ ആയാലും അവരെ സന്തോഷമായി ജീവിക്കുന്നതിൻ്റെ നടുവിൽ നമ്മളെ വേദനിപ്പിക്കാനോ മറ്റുള്ള ആളെ ഒരു ഇതോ, പിന്നെ ഭർത്താവ് നയിക്കുന്ന ഭാര്യയ്ക്ക് അവകാശമില്ല എന്ന് പറയാൻ അത് ആർക്കും അധികാരമില്ല, ആർക്കും പറയേണ്ട ഒരിതുമില്ല. അങ്ങനെയുണ്ട്, അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര മാനസികമായ വിഷമമാണ് എനിക്കും ഭർത്താവിനുള്ളത്. അതും കൂടി ഞാൻ പറയണം എന്ന് എനിക്കുണ്ട്. അതിൻ്റെ ബാക്കിലൊരു വലിയൊരു ഇതുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞവനക്കും ഭർത്താവിനും നമ്മളെന്ത് ദുഃഖമായാലും സുഖമായാലും നമ്മൾ സന്തോഷമായിട്ട് നിൽക്കുന്നത് എന്തൊരു സാഹചര്യത്തിലും. എനിക്ക് ഭർത്താവിനും ഞാനും അത്രയേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. ദൈവത്തോട് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ ഭർത്താവിന് നല്ല ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവും. ലോകത്ത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം സ്വന്തമില്ല, ബന്ധമില്ല, ഒന്നുമില്ല. നമ്മുടെ അടുത്തുണ്ടോ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് ഇന്നത്തെ കാലം. നമ്മൾ എത്ര ആരെ സ്നേഹിച്ചാലും കാര്യമില്ല. നമ്മുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഭർത്താവോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും കൈമേൽ തൊഴിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തൊഴിൽ വീട്ടിൽ നിന്ന് എടുക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക. അതിനെനിക്ക് കഴിവുണ്ട്, ദൈവം തന്ന കഴിവുണ്ട്, അത് ഞാൻ ചെയ്യും. നമ്മളാ ദൈവം ആരെയും ദ്രോഹിച്ചിട്ടില്ല, നമ്മളെ ദ്രോഹിച്ചാൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും. അത് ഇന്നലെ നാളെ കിട്ടുക തന്നെ ചെയ്യും. ഇതിൽ എനിക്കും ഉണ്ട്, ഭർത്താവിനും വലിയ വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പിന്നെ പറയാം. അത് എനിക്ക് അത്രയും വിഷമമില്ലോണ്ടാണ് ഞാൻ ഒരു നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. ഒരു നിമിഷം പോലും ഞാൻ വെറുതെ നിന്നാൽ നമുക്ക് പല വിഷമങ്ങളും ചിന്ത വരും. പക്ഷേ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വെറും വർക്കിൽ മാത്രമേ നമ്മളെ മൈൻഡെല്ലാം വർക്കിലങ്ങോട്ട് പോകും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും വേണം. എൻ്റെ ഭർത്താവിൻ്റെയും എല്ലാ ഹൃദയപൂർവ്വം നന്ദി. നമുക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സഹോദരനും സഹോദരിമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.